ഹായ് ഗായ്സ്, ഇന്നൊരു ഈസി ഈവനിങ് സ്നാക്സ് ആയാലോ? ന്യൂട്ടല്ല വെച്ചിട്ട്. ഇപ്പം എങ്ങനെ തുടങ്ങാം അല്ലേ? ബ്രെഡിൻ്റെ കവർ എടുക്കുമ്പോൾ തന്നെ ഒരാൾ താഴെ വന്ന് നിൽപ്പുണ്ട്. ദിസ് ഈസ് സിംബ, എൻ്റെ സിംബക്കുട്ടൻ. ന്യൂട്ടല്ല എടുക്കുക, ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ഒരു ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നെയ്യിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്യുക വേണ്ടത്. അപ്പോൾ താഴെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവന് കൊടുക്കില്ല. അവനത് ഹെൽത്തി അല്ല അവർക്ക് കൊടുക്കുന്നത്. സോ അങ്ങനെ നമ്മൾ 3 പേർക്കുള്ള ബ്രെഡൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ ടോസ്റ്റിംഗ് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പാനിലാക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുത്ത് വെക്കാം. ബ്രഷ് കൊണ്ടൊക്കെ ആക്കാം, പക്ഷേ ഞാൻ മടിയായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡ് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഇത് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പം ചൂടോടെ കഴിക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ്. ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് വാഷൊക്കെ ചെയ്തിട്ട് വെക്കാം. അപ്പം നമ്മൾ ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കട്ടൻ കൂടെ വെച്ചു. അപ്പോൾ കട്ടൻ്റെ കൂടെ കഴിക്കാമെന്ന് കരുതി ബ്രെഡും കട്ടനും എടുത്തിട്ട് നേരെ ഹാളിലേക്ക് ചെന്നു. അമ്മയും ഞാനും കൂടെ ടി വിയുടെ മുമ്പിലിരുന്നു. അമ്മമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് കൊടുത്തു. ആൾ കഴിച്ചില്ല, മധുരം ആയതുകൊണ്ട് ആൾ കഴിച്ചില്ല. ഞാനും അമ്മയും കൂടെ ടി വി കണ്ടുകൊണ്ട് കഴിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവളെ ആയിട്ടൊന്ന് കളിക്കാൻ പോക്കാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. നേരെ ടെറസിൻ്റെ മുകളിലേക്കാണ് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കലാണ് ആളുടെ മെയിൻ പരിപാടി. ഇന്ന് ഫുൾ എനർജിയിലാണ്. ഫുള്ള് ആൾ ഓടിക്കളിക്കുകയാണ്. നമ്മളിന്ന് മൈൻഡാക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.